പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് തന്നെ നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് LDF ക്യാമ്പ്. പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിലമ്പൂരിൽ സ്വരാജിനായി മുദ്രാവാക്യങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നു. നിലമ്പൂരിൽ CPM പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ സന്തോഷം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അണികൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. വീണ്ടും സ്വതന്ത്ര പരീക്ഷണം ഉണ്ടാകുമോ എന്ന് കരുതിയതിൽ നിന്ന് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ലഭിച്ചപ്പോൾ ഇടത് ക്യാമ്പ് ആവേശഭരിതമായി. നിമിഷങ്ങൾക്കുള്ളിൽ നിലമ്പൂരിന്റെ മണ്ണിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. CPIM നിലമ്പൂരിൽ നിർത്താവുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമ്പോൾ UDFന് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇന്ന് രാവിലെ വരെയും കോൺഗ്രസ് ക്യാമ്പിൽ CPIM സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടന്നുവെന്ന് VD സതീശന്റെ പരിഹാസം. ഇന്ന് രാവിലെ 11 മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊന്നും പേര് എന്നോട് പറയില്ല, ഞങ്ങളോട് പറയില്ല. സ്ഥാനാർത്ഥി കരുത്തനാണോ എന്ന് 23-ന് വോട്ടെണ്ണുമ്പോൾ അറിയാമെന്ന് PV അൻവർ. അല്ല, മത്സരത്തിൻ്റെ കടുപ്പവും മത്സരത്തിൻ്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലുപ്പവും UDF LDF രാഷ്ട്രീയത്തിൻ്റെ വലിപ്പമൊക്കെ എപ്പോഴാണ് അറിയാം? 23 വോട്ടെണ്ണുമ്പോഴാണ്. ഇവരെല്ലാവരും സമന്മാരല്ലേ. നിലമ്പൂർ തിരിച്ചു പിടിക്കുമെന്ന് ആവർത്തിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ഒരു നല്ല വിജയം. കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട UDFന് നഷ്ടപ്പെട്ട നിലമ്പൂർ വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കാനാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. PV അൻവർ കൂടി മത്സര രംഗത്തുണ്ടായാൽ തീപ്പാറും ത്രികോണ പോരാട്ടമായിരിക്കും നിലമ്പൂരിലേത്. ടീം 24 നിലമ്പൂർ.